എന്താ പേരെന്താ? അഷ്റഫ്. അഷ്റഫ്. നാട്ടില് വയനാട്. വയനാട്ടിലാ? ഇവിടെ എപ്പോഴും വരുന്നതാണോ? നമ്മള് തുറന്ന മുതൽ വരുന്നുണ്ട്. 2017 മുതൽ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നതാണ്. അതെ, സ്ഥിരമായിട്ട് വന്ന് കഴിക്കാൻ. സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നത്. എങ്ങനെ? കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ബിരിയാണി ബാംഗ്ലൂരിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണ്, ഡൈൻ സ്പോട്ട്. ബിരിയാണി തലശ്ശേരി ബിരിയാണി. തലശ്ശേരി ബിരിയാണി. അപ്പം ഇവിടെ കിട്ടുന്നതിൽ വെച്ചിട്ട് ഈ ഏരിയയിൽ വെച്ച് നല്ല ഭക്ഷണം കിട്ടുന്നതാണ്. അതിനെക്കൊണ്ട് നമ്മൾ ഇവിടെ തുടങ്ങിയ മുതലേ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. അതെ, നല്ല ഫുഡാണ്. ഓക്കെ. മീൽസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്? ഇവിടുത്തെ എല്ലാ ഫുഡും എല്ലാം ട്രൈ ചെയ്തു. നല്ല ഫുഡാണ്. ഇന്ന് എന്താ കഴിച്ചത് നിങ്ങൾ? ഇന്ന് കഴിച്ച മന്തിയാണ്. മന്തി എങ്ങനെയുണ്ട്? മന്തി നല്ല മന്തിയാണ്. നമ്മള് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും ഒരു അടിപൊളിയായിട്ടുള്ള മന്തിയാണ് ഇവിടെ ബാംഗ്ലൂർ വെച്ച് കിട്ടുന്നതിൽ ഒരു ബെറ്റർ മന്തിയാണ് ഇവിടുത്തെ. എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ശരി, താങ്ക് യു. ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫുഡ് വീഡിയോ ആണ്. ഞങ്ങളുടെ എയർപോർട്ട് റോഡിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സതീശനാണെന്ന് മൂപ്പരുടെ പേര്. മൂപ്പരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കടയുടെ പേരാണ് ഡൈൻ സ്പോട്ടാണ്. ഡൈൻ സ്പോട്ട് എന്നാണ്. ബാംഗ്ലൂർ ക്രോസിൽ രേവ കോളേജ് റോഡ് കയറി കഴിഞ്ഞാൽ ഒരു 400 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ഡൈൻ സ്പോട്ടിൻ്റെ വലിയൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നല്ല നാടൻ ഊണ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ്, ഇലയിലുള്ള നല്ല നാട്ടിലെ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഊണ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ, ഡൈൻ സ്പോട്ടിൻ്റെ വിശേഷങ്ങളും കാണാം. ഞാനിങ്ങനെ സതീഷ് ചേട്ടൻ്റെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ മൂപ്പരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങളെ ഇങ്ങോട്ട് പരിചയപ്പെടുത്തിയ സതീഷ് ചേട്ടൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സതീഷ് ചേട്ടൻ വന്നിട്ടുണ്ട്. ഡ്യൂട്ടീന് ഇടയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഡ്യൂട്ടിയിലാണ് മൂപ്പർ. അത് നമുക്ക് വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈം കണ്ടെത്തി സതീഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. സതീഷ് ചേട്ടൻ ഇതുപോലെ കുറെ സമയം വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് ഒരു 15-20 മിനിറ്റ് ആയി. എത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ ഇവിടെ ക്യാബ് ബുക്ക് ചെയ്ത് ഡൈൻ സ്പോട്ട് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ക്യാബ് വന്ന് ക്യാബിൽ കയറി ഇങ്ങോട്ട് പോകുന്നു. താഴെ നോൺ എ സി ആണ്. മേളിൽ എ സി ഹാളാ അല്ലേ? നമുക്ക് എ സി തന്നെ ഇരിക്കാം, എ സിയിൽ ഇരുന്ന് കഴിക്കാം. അതെ. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയിലാവുന്ന അല്ലേ? ഞാൻ ബുദ്ധിമുട്ടായോ? ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായല്ലോ. ഓർഡർ ചെയ്തത് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് മീൽസാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വന്നത്. ഇവിടെ നാടൻ ഊണ്, നാട്ടിലത്തെ നാടൻ ശൈലിയിലുള്ള ഊണാണ് ഓർഡർ ചെയ്തത്. അതും വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകറികളൊന്നും വന്നിട്ടില്ല. പിന്നെ പൊറോട്ട, പിന്നെ ചിക്കൻ്റെ എന്താ അതിൻ്റെ പേരെന്താ? ചിക്കൻ ദമ്മുറുഗ് മസാലയാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ചിക്കൻ ദമ്മുറുഗ് മസാല എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് മന്തി വെറൈറ്റി ട്രൈ ചെയ്യാന്നിട്ട് ഫിഷ് മന്തിയാണ് പറഞ്ഞത്. ഫിഷ് മന്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സതീഷ് ചേട്ടൻ ഫിഷ് മന്തി വേണമെന്ന് പറഞ്ഞത്. സാധാരണ ഇവിടുന്ന് ഊണ കഴിക്കാറുള്ളത് ചേട്ടാ. അപ്പോൾ ഇന്ന് വെറൈറ്റീസ് അപ്പോൾ ഞാൻ ഇന്ന് മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സതീഷ് ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് സാധാരണ മീൽസാ കഴിക്കാറെന്ന് പറഞ്ഞിട്ട് മന്തി. ഞാൻ എന്നും സ്ഥിരമായി വന്ന് ഇവിടെ മീൽസാണ് കഴിക്കാറ്. ആ മീൽസിനകത്ത് ഒത്തിരി വെറൈറ്റി എന്ന് വെച്ചാൽ ഇലയിൽ ചോറിനെ കാട്ടി കൂടുതലും ഞങ്ങളുടെ നാട്ടിലുള്ള വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം. 15 ഐറ്റംസ് 15 കൂടുതൽ എന്നേ പറയാനുള്ളൂ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ അതിലും കൂടുതലും ഇലയിൽ എത്ര വേണോ അതിലും കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്ന് വെച്ചാൽ ടേസ്റ്റും അതുപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ വിഭവങ്ങൾ മാത്രമല്ല, അതിലും കൂടുതലും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം വരാറാണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ ഒരു സ്റ്റോപ്പേജ് തന്നെ ഉണ്ട്. അതേപോലെ ഞാൻ കുറേ ആൾക്കാർ അങ്ങനെ കാണാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും ഡൈൻ സ്പോട്ടിൽ തന്നെ ഊണ് കഴിക്കാം. എന്ന് വെച്ചാൽ ഊണിന് മാത്രം സിറ്റി തന്നെ, ബാംഗ്ലൂർ സിറ്റിയിൽ നല്ലൊരു ഊണ് കഴിക്കാൻ ഇത്രയും വിഭവങ്ങൾ കൂടി എന്ന് വെച്ചാൽ ഇല നിറഞ്ഞ് എല്ലാ ഹോട്ടലുകളിലും ഉണ്ട്, കിട്ടാറുണ്ട്. പക്ഷേ ഇത്ര വിഭവമായ ഒരുപാട് ഐറ്റംസ് ആയിട്ട്. അതെ, ഇത് റൈസ് വന്നിട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് പുളിയിഞ്ചി ഉണ്ട്, പൈനാപ്പിൾ പച്ചടി ഉണ്ട്, നോർമൽ പച്ചടി ഉണ്ട്, തൈര് പച്ചടി, പിന്നെ അച്ചാറുണ്ട്, മാംഗോ പിക്കിളുണ്ട്, പപ്പടം ഉണ്ട്, പിന്നെ പൊരിയലുണ്ട്, അവിയലുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു പായസം ഉണ്ട്. ഈ പായസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പായസം മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും വ്യത്യാസമായ പായസം. ഇന്നത്തെ പായസം പാൽപ്പായസമാണ്. പിന്നെ അതിൻ്റെ കൂടെ മോര്, രസം അല്ലെങ്കിൽ മോരാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് മോരാണ് നമുക്ക് കിട്ടിയത്.
ഇവിടെ പിന്നെ പപ്പടം ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ സാമ്പാറും മീൻകറിയും വരാണ്ട് സാമ്പാർ വെച്ച് നല്ല പാലക്കാടൻ മട്ട അരിയാണ്. ഇവിടെ 2 റൈസ് കിട്ടുന്നുണ്ട്. പാലക്കാടൻ മട്ട വേണ്ടവർക്ക് പാലക്കാടൻ മട്ട കഴിക്കാം, വൈറ്റ് റൈസ് വേണ്ടവർക്ക് വൈറ്റ് റൈസും കഴിക്കാം. സാമ്പാർ വന്നു, പിന്നെ കൂടെ മീൻകറിയും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സ്ഥിരമായിട്ട് ഊണ് കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് മന്തി ട്രൈ ചെയ്യുന്നത്. മന്തി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഫിഷ് മന്തി ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റമാണ്. അപ്പൊ ഞാനത് ഫിഷ് മന്തി ഒന്ന് ട്രൈ ചെയ്യും. അതെ, അപ്പൊ ഞാനിത് ആ നാടൻ ഊണ് ഒന്ന് ട്രൈ ചെയ്യാം. പീസ് അങ്ങനെ തന്നെ എടുക്കും. ഇതുണ്ടോ, ഇത്രയും വലിയ പീസാണ്. എന്ന് വെച്ചാൽ ഒരു മന്തി എടുത്തു കഴിഞ്ഞാൽ സുഖമായി രണ്ടുപേരും ഇത് കൂടുതൽ കഴിച്ച് അതേപോലെ ടേസ്റ്റും കഴിക്കാനുള്ള ഒരു ഇതാണ്. മന്തിയുടെ ഫിഷാണ്, അടിപൊളി ജ്യൂസി ആയിട്ട് ഒരു നല്ല 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 അടിപൊളിയായിട്ടുണ്ട്. ഇത് ഫിഷ് അല്ലേ, നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാൻ ഇത് കഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം. ആ മീൽസ് ട്രൈ ചെയ്തിരുന്നു. അതെ, അടിപൊളി സൂപ്പറാണ് മീൽസ്, ഇല്ലാത്ത ടേസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തലശ്ശേരി ബിരിയാണി, മലബാർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം. അതേപോലെ മന്തിയും അടിപൊളിയാണ്. ഞാൻ ഇനിയിപ്പോ ഇതും കൂടി ട്രൈ ചെയ്യുമ്പോൾ വയറ്റിൽ സ്ഥലം ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് എല്ലാം കൂടെ ഇനിയും പൊറോട്ടയും മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഉണ്ടാവും, ട്രൈ ചെയ്യാം. അതെ, അപ്പൊ നമുക്ക് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക്. അപ്പൊ തലശ്ശേരി ബിരിയാണിയുടെ സ്വാദ് എങ്ങനെയുണ്ട് നോക്കാം. പക്ഷേ സ്മെല്ലെല്ലാം സെയിം സെയിം അതെ തന്നെ അടിച്ചാൽ മതി. അതെ, ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. നാടൻ തനി തലശ്ശേരി ബിരിയാണി തന്നെയാണ്. അതേ ടേസ്റ്റ് അല്ലേ, അതിൽ ഒരു വ്യത്യാസം. അതെ, ആ സ്മെല്ല് അടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ല, എന്ന് വെച്ചാൽ ഏകദേശം അതുപോലെ അതിൽ കൂടുതൽ, പക്ഷെ തയ്ച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിനെ പറ്റി ഇനിയും സ്വാദ് സെറ്റാണ്. ബിരിയാണി ഒരു തലശ്ശേരിയുടെ ഒരു സ്വാദ് കറക്റ്റ്. തലശ്ശേരി ഡൈൻ സ്പോട്ടിൽ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള കാര്യത്തിൽ അതെ ഒരു സംശയം വേണ്ട, ആരും മടിച്ചു നിൽക്കണ്ട. അതെ, പെട്ടെന്ന് കയറി വരിക, അതെ, ഇവിടെ നിന്ന് ട്രൈ ചെയ്യാം. മീൽസ് ട്രൈ ചെയ്യാം, ബിരിയാണി ട്രൈ ചെയ്യാം, മന്തി ട്രൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഐറ്റം കൂടി ഞങ്ങൾ ഇത് ദമ്മുർക്ക് മസാല വന്നിട്ടുണ്ട്. ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ്. ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചു നോക്കാം. അതെ, അപ്പം സൈസേട്ട നമുക്ക് ദമ്മുർക്ക് മസാലയും റൊട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഇതിപ്പോ ഏതായാലും ബിരിയാണി ഒന്നും പറയാനില്ല, അതിലും കൂടുതലാണ് അല്ലേ അവസാന വാക്ക്. അതെ, നമ്മളിതിന്റെ മേലെ ചിക്കൻ മസാലന്റെ മേലെ നല്ല ഓംപ്ലേറ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി കവർ ചെയ്തിട്ട് ആണ് ഇതൊന്ന് നിങ്ങളൊന്ന് ഇത് നോക്ക് എങ്ങനെയാ ട്രൈ ചെയ്യുന്നത്. ഞാൻ പൊറോട്ട എടുത്തോളാം. പൊറോട്ട എടുത്ത് ഞാൻ നല്ല അടിപൊളി അതേ രീതിയിലൊരു പ്രിപ്പറേഷൻ നല്ലൊരു ഇത്. അപ്പൊ ഞാനിവിടെ എത്തിപ്പെടാനുള്ള കാരണം ഞാൻ സതീഷ് ചേട്ടന് ഇവിടെ എയർഫോഴ്സിൽ വർക്ക് അതെ ചെയ്യുന്നത്. അതെ അതെ അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ പരിചയപ്പെട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കടയുണ്ട്, ഊണ് കഴിക്കാൻ പോണെങ്കിൽ. ഊണിന്റെ കാര്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. നാടൻ ഊണ് കിട്ടുന്ന ഒരു കടയുണ്ട്, ലൈൻ സ്പോട്ട്, അങ്ങോട്ട് പോയിട്ടൊന്ന് കഴിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോ പന്ത്രത്തി വന്നപ്പോ ബന്ധം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഇത്രയും ഐറ്റം അതിന്റെ വ്യത്യാസം ഞാൻ ഉദ്ദേശിച്ചത് വെറും ഇതൊന്ന് ട്രൈ ചെയ്യാന്നുള്ളതായിരുന്നു, ഊണൊന്ന് ട്രൈ ചെയ്യാൻ. അതിന്റെ കൂടെ നോക്കുമ്പോ നമ്മുടെ നാടൻ തലശ്ശേരി ബിരിയാണി അതിനേക്കാളും സ്വാദുണ്ട്. അത് ബെറ്റർ ആയിട്ട് മന്തി ട്രൈ ചെയ്യാൻ. അതെ, ഇതിപ്പോ ഞാൻ ഇതിപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ ഇങ്ങനെ ഒരു ഇത് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ പറച്ചിലുണ്ട് ഇവിടെ ഒത്തിരി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു അടുത്താണ് നമ്മുടെ ക്യാമ്പസ് എല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഡൈൻ സ്പോട്ടിൽ നിന്ന് ഇതാ സ്വിഗ്ഗി ഓർഡേഴ്സ് എല്ലാം പോകുന്നത് അവിടത്തേക്കാണ്. വരാൻ പറ്റിയില്ലെങ്കിലും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഊണും ഇങ്ങനെയുള്ള കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇവിടുത്തെ മന്തി ബിരിയാണീസ് ഒരു എടുത്തു പറയുന്ന ഒരു പേരാണ് ഡൈൻ സ്പോട്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ ശരിക്കും എന്ന് വെച്ചാൽ ആ ഫുഡിന്റെ ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നാട്ടിലെ ഊണും ഇതെല്ലാം എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷെ അതിന് പ്രത്യേക വിഭവങ്ങൾ കിട്ടുന്നില്ല. ഊണൊക്കെ ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ അതുപോലെ ഈ ടേസ്റ്റില് നാടൻ ടേസ്റ്റിലുള്ള സാമ്പാർ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ പ്രോസസ്, ഈ ദ്വാരക നഗർ, വിനായക് നഗർ ഈ ഏരിയയിൽ കോളേജിൽ പോകുന്ന റോഡ് ഓൺ ദ വേ. അപ്പൊ പലപ്പോഴും അത് ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ ഹോട്ടലിൽ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ചും കാണും. നിങ്ങളിൽ എനിക്ക് തോന്നുന്നു വെയിറ്റിംഗിലായിരിക്കും ഇവിടെ. ഞങ്ങൾ വന്ന സമയത്ത് കിട്ടിയല്ല, അപ്പൊ ഞങ്ങൾ തിരിച്ച് പിന്നെയും വീണ്ടും പോയി. അങ്ങനെയുള്ള ഇതുണ്ട്, അങ്ങനെ ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ,
ശരിക്കും സൂപ്പർ. അടിപൊളി. ഒരു ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഇതും മസാല ആംപ്ലേറ്റും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സിങ് മിക്സിങ് മസാല വളരെ നല്ല കോമ്പിനേഷനാണ്. ഒരു ഫാമിലി വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫാമിലിയോട് ചോദിച്ചു നോക്കാം, നമ്മളെ ഫുഡിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. ഹായ്, എന്തൊക്കെയാ കഴിച്ചാ നിങ്ങൾ? കഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ? എന്തൊക്കെയാ കഴിക്കുന്നത്? മന്തി പറഞ്ഞിട്ടുണ്ട്, മീൽസ് ചോറ്, മന്തിയുണ്ട്, സാധാരണ ചോറ്. ആ. നല്ല അടിപൊളി ഭക്ഷണം. നാടൻ ചോറും കറികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി, സൂപ്പറായിട്ട്. സൂപ്പറാണ്. മന്തി എന്തെല്ലാം തന്നെ. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കഴിച്ചിട്ട്? നല്ല ഫുഡ് തന്നെയാണ്. നമ്മള് എപ്പം വന്ന് കഴിക്കലുണ്ട്, നാലോ അടിപൊളിയാണ്. നല്ലതാണ്. ಹಾಯ್ ಮೇಡಮ್, ಹಾಯ್, ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀನಿ. ಈ ಸ್ಟೂಡೆಂಟ್ಸಾ ಹೆಂಗೆ? ಇಲ್ಲ, ನಾವು ಕಂಪ್ನಿಯಲ್ಲಿ ಜಾಬ್ ಮಾಡ್ತಿದ್ದೀವಿ. ಹೌದಾ? ಊರು ಧರ್ಮಸ್ಥಳ. ಧರ್ಮಸ್ಥಳ. ಹ್ಮ್. ಇದು ಕನ್ನಡಿയാണ്. ಅವರಿവിടെ ಫುಡ್ കഴിക്കാൻ വന്നത്. ಹೇಗಿದೆ ನಮ್ಮ ಫುಡ್ ಎಲ್ಲ ಹೇಗೆ? ನಾವಿಲ್ಲಿ ಬಂದ್ಬಿಟ್ಟು 1.5 year ಆಯ್ತು. ಲೈಕ್ ಹೌದಾ? ಅವಾಗಿಂದ ನಾವಿಲ್ಲಿ ಬರ್ತಾ ಇದೀವಿ. ಇಲ್ಲೇ ಮಾಡೋದಲ್ಲ? ಏನು ಇಷ್ಟಪಟ್ಟ ವಿಭವಗಳು ಯಾವುದು? ನಮಗೆ ಮಲಬಾರ್ ಚಿಕನ್ ಬಿರಿಯಾನಿ ತುಂಬಾ ಇಷ್ಟ. ತುಂಬಾ ಇಷ್ಟ. നമ്മുടെ നാടൻ ബിരിയാണി ഇഷ്ടം എന്ന് പറയുന്നത്. ಬೇರೆ ಏನಾದರೂ ಟ್ರೈ ಮಾಡಿದ್ದೀರಾ ಇಲ್ಲೇ? ಮಾಡಿದೀವಿ. ಕಬಾಬು, ಗ್ರಿಲ್ ಚಿಕನ್. ಓಕೆ, ಚೆನ್ನಾಗಿದೆ. ಎಲ್ಲ ಫುಡ್ ಎಲ್ಲ ಟ್ರೈ ಮಾಡಿದೆ, ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ ಅಲ್ಲ? ഓക്കെ, താങ്ക് യു. വീട്ടിൻ്റെ ഓണർ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹായ്, എന്താ പേരെന്താ? അനീസ്. അപ്പോൾ അനീസ്ക, ഞങ്ങൾ വന്നു. സതീഷ് ഏട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. സതീഷ് ഏട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു നല്ല സ്പോട്ടുണ്ട്, ഡൈനിങ് സ്പോട്ടിൽ പോയിട്ട് നല്ല നാടൻ ഊണ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നാടൻ ഊണ് മാത്രമല്ല, അടിപൊളി ബിരിയാണി കഴിച്ചു, മന്തി കഴിച്ചു, ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ തുടക്കം കുറേ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങിയിട്ട്? നമ്മളിവിടെ ഏകദേശം 8 വർഷത്തോളമായി ഇപ്പം എക്സ്പോർട്ട് ഷോ. നമ്മളിപ്പോൾ മീൽസ് ട്രൈ ചെയ്തു. മീൽസ് ഒരുപാട് സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് മീൽസ്. പക്ഷെ ഇത്രയും വിഭവങ്ങൾ, ഇത്രയും കറികളും ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഇലയിൽ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയത്. ഇത് ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു നാടൻ സദ്യ കിട്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബിസിനസ് മാത്രമല്ല, ഇതൊരു പുണ്യമായിട്ട് കാണുന്നതാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കസ്റ്റമർ നമ്മളെ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെ ഹൈജീനിക്കിൻ്റെ കാര്യത്തിലായാലും വൃത്തിയും കാര്യങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ അവർക്ക് തൃപ്തിയാകുക എന്നുള്ളതാണ്. ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് തൃപ്തി വേണം, ടേസ്റ്റും വേണം. ഇപ്പം തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ നമ്മളിപ്പം മീൽ ഇത് ഒരു പുണ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതോടൊപ്പം ബിസിനസ്സിനോടൊപ്പം പിന്നെ നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ കസ്റ്റമർ തൃപ്തി മസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പം മീൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പാലക്കാട് വരെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ശരിയായ ഒറിജിനൽ നമ്മൾ ആ ഒരു മലയാളി സദ്യ നമ്മൾ കൊടുക്കുന്നുണ്ട്. സദ്യ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് സദ്യ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓണസദ്യ അങ്ങനത്തെ. അപ്പോൾ അതിന് പുറമെ പിന്നെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് മീൽസ് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏകദേശം 10-15ഓളം തരമുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ മന്തി പിന്നെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മട്ടൻ മന്തി ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ചിക്കൻ മന്തി, ഫിഷ് മന്തി ഒക്കെ ഉണ്ട്. നിങ്ങൾ ഫിഷ് മന്തി ഫിഷുകൾ നമ്മൾ ചാർക്കോളിൽ ഇട്ട് അതിനകത്ത് സ്പെഷ്യൽ നമ്മൾ ടൈം സ്പോട്ടിന്റെ സ്പെഷ്യൽ മസാല ഇട്ട് ചാർക്കോളിൽ ഉണ്ടാക്കുന്നതാണ്. നല്ല ജ്യൂസി ആയിരിക്കും. അതൊക്കെ നല്ല അഭിപ്രായമാണ് ഈ ഫിഷ് മന്തിയും എല്ലാം. ഇപ്പൊ മട്ടൻ മന്തി ആയി കഴിഞ്ഞാലും ശരിക്ക് മട്ടന്റെ എല്ലൊക്കെ എടുക്കുമെങ്കിൽ പോരും നല്ല അതിന്റെ സ്റ്റീം ആയി കഴിഞ്ഞാൽ ജ്യൂസി ആയിരിക്കും, ടേസ്റ്റ് നല്ല അഭിപ്രായമാണ്. മൊത്തത്തിൽ ഞങ്ങൾ തന്നെ കഴിച്ചു നോക്കി എന്തെങ്കിലും പാകതകളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകാറ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ നല്ല എല്ലാ ഫുഡുകളും എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾ കഴിച്ചത് ഇതാണ്. പിന്നെ വേറെന്താ കഴിച്ചത്? ഞങ്ങൾ ഇന്ന് പൊറോട്ട, ബട്ടർ നാൻ ട്രൈ ചെയ്തു. ചിക്കൻ ഒരു ഐറ്റംസ് സ്പെഷ്യൽ ആണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. തന്തൂറിലെ ചിക്കനൊക്കെ ഇട്ട് ഗ്രീൻ കളറും റെഡ് കളർ, അതെ 2 കളറിലൊക്കെയാണ് കിട്ടിയത്. നല്ല അടിപൊളി സെറ്റ് അഭിപ്രായമുള്ളതാണ്. അങ്ങനെ എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ മെനു നിങ്ങൾ നോക്കും, ഓരോ ദിവസങ്ങൾ മാറി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾ ഓരോ ദിവസം സതീശൻ ഞാൻ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കുന്ന കാര്യം എങ്ങനെയാ വെച്ചാൽ പുള്ളിക്കാരുടെ ഓണർ എന്നുള്ള രീതിയിലല്ല വെച്ചാൽ കസ്റ്റമർ വരുമ്പോൾ ആദ്യം കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ ചോദിക്കും. ഈ ഫുഡ് എങ്ങനെ തോന്നി. അപ്പൊ അതിന് എനിക്ക് തോന്നിയ മട്ടിൽ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ വിചാരിക്കുക,
അപ്പോൾ ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റ്സിനായിരിക്കും എന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതായി കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതും എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് വെച്ചാൽ ഒരു ഏതെല്ലാം പല ഹോട്ടലുകളിലും ഞങ്ങൾ എങ്ങനെ കണ്ടിട്ടില്ല, റെസ്റ്റോറൻറ്റിലും ഓണർ ഓരോ സ്ഥലത്ത് ഇരിപ്പുണ്ടാവും, ഞങ്ങൾ കഴിച്ച് ബില്ലും എടുത്ത് പോകുന്നു. പക്ഷെ ഇതിലങ്ങനെയല്ല, പുള്ളി അനീസ്ക വന്ന് കസ്റ്റമർ അടുത്ത് ചോദിക്കും, വന്ന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. ഇമ്പ്രൂവ്മെന്റ്സിനുള്ള അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതും ഇനിയും ഇമ്പ്രൂവ്മെന്റ്സ് ആയിക്കൊണ്ട് ഓരോ ഫുഡുകളും നമുക്ക് കഴിക്കാൻ ഇവിടുന്ന് കിട്ടുന്നു. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ നേട്ടം ഞാൻ സ്ഥിരം വന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറയും ഇങ്ങനെ ഫുഡ് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എന്റെ ഡാൻസ് സ്പോട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ വായുടെ ടേസ്റ്റ് നമുക്ക് അറിയാം. അതെ. അപ്പോൾ എന്റെ പോയ എല്ലാവരും എനിക്ക് പറഞ്ഞ വീട്ടിൽ അവരെ റിവ്യൂസും നല്ല തന്നെ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ കണ്ട് അതെ, വന്ന് കഴിച്ചപ്പോ തന്നെ സന്തോഷമായി. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ. ഇവിടുന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അതിനെ പറ്റി അറിഞ്ഞോളൂ. ഇവിടെ വന്ന് കഴിച്ചപ്പോ അതെ, വയറ് മാത്രല്ല മനസ്സ് നിറഞ്ഞ് ഭക്ഷണം. അതെ, വളരെ സന്തോഷായി. ഓക്കെ, എന്നാ അനീസ്ക തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്. വെൽക്കം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ശനി ഞായറിൽ വന്നിട്ട് മട്ടൻ ഒന്ന് ട്രൈ ചെയ്യാം. മട്ടൻ അതൊന്നും നോക്കി നിങ്ങൾ മട്ടൻ ഒന്ന് ട്രൈ ചെയ്തു. മട്ടന് എന്റെ അഭിപ്രായത്തില് നല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇനിയും കുറച്ചും കൂടി വിഭവങ്ങളാണ്. എന്ന് വെച്ചാൽ ഇനി നല്ല നല്ല വിഭവങ്ങൾ വരട്ടെ. തീർച്ചയായും, നമുക്ക് തീർച്ചയായും. നാട്ടിലാണെങ്കിലും ആ ഫീൽഡിൽ ഇവിടെ തന്നെ കിട്ടട്ടെ എന്നാണ്. ശരി, അപ്പോൾ എന്തുകൊണ്ടും താങ്ക് യു. Welcome. താങ്ക് യു.